ഈ മാസം എന്ത് ചെയ്യും സാലറി കൊടുക്കാൻ? സാലറിയോ റെന്റുകാരൻ വിളിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, കടക്കാർ മൊത്തം വിളിച്ചോണ്ടിരിക്കുക. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാശ് എങ്ങോട്ടും പോകുന്നില്ല, കാശ് ഇവിടെ തന്നെ ഉണ്ട്. ഇവന്മാര് അപ്പം ഇപ്പോ നമ്മളെ വലിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന സ്റ്റാഫ് പോയി സ്വന്തമായിട്ട് തുടങ്ങിയില്ലയോ? സാറേ ഉള്ളത് മതി സാർ, അവനൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകും. എവിടുന്ന് എന്താണ് അടുത്ത എന്ത് കാര്യം ചെയ്താൽ? കാരണം എന്താ, ഇവന്റെ ഒന്നും കയ്യിൽ ₹1 റിസർവ് ഫണ്ട് ഇല്ല. സാറ് പറയുന്ന ടേംസ് ഓംബ്ര, സാറ് പറയുന്ന അത്രയും ഡിസ്കൗണ്ട് അതാത് മാസം എങ്ങനെങ്കിലും ഒപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അതെല്ലാം മുങ്ങും. സാറ് പറയുന്ന സമയത്ത് പൈസ തന്നാ മതി. അതാണ് വാറിന്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം. ആരാണ് ഇവിടെ വേട്ടക്കാരനായി മാറുന്നത്? ഐ ക്യാഷിന്റെ അകത്തെ ഒരൈറ്റമാണ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏതെങ്കിലും ഒരു മാസം ഈ പറഞ്ഞ ക്യാഷിൻ കുറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ വരവ് കുറയുകയാണെങ്കിൽ, ആ മാസം പുറത്തു പോയി ബാങ്കിനെയോ കടത്തിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. നമ്മളുടെ തന്നെ ഒരു റിസർവ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. നമ്മളുടെ തന്നെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ പൈസ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ റിസർവ് ഫണ്ട്, അതിന്റെ പേരാണ് റിസർവ് ഫണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു മാസം 10 ലക്ഷം രൂപ നമ്മുടെ എക്സ്പെൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. റിസർവ് ഫണ്ടിന്റെ കണക്ക് പറയുന്നത് മിനിമം ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെ റിസർവ് ഫണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. 3 മാസത്തെ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് എന്നാണ് ഇതിന് പറയുന്നത്. എത്ര മാസത്തെ? 3 മാസത്തെ. നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് 10 ലക്ഷം രൂപയാണെങ്കിൽ ഇൻറ്റു 3 30 ലക്ഷം രൂപ മിനിമം നിങ്ങൾ ക്യാഷ് റിസർവ് ആയിട്ട്. ഇത് കൊണ്ടുപോയി വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഇത് കൊണ്ടുപോയി മ്യൂച്വൽ ഫണ്ടിൽ ഇടരുത്, ഇത് കൊണ്ടുപോയി വണ്ടി മേടിക്കരുത്, ഇത് കൊണ്ടുപോയി അസറ്റിൽ ഇൻവെസ്റ്റ് കൊണ്ടുപോയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് ക്യാഷ് ആയിട്ട്, അത് പെട്ടെന്ന് എൻക്യാഷ് ചെയ്യുന്ന, ഇപ്പം FD ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടാം. പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ അപ്പൊ തന്നെ എടുക്കാൻ പറ്റണം. റവന്യൂ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണ്, പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്നത് സേർട്ടൺ, ഉറപ്പാണ് അത്ര എക്സ്പെൻസ് വരും. അപ്പോ ഇങ്ങോട്ട് നോക്കി, എന്നെ ശ്രദ്ധിച്ചു നോക്കി. ഈ ക്രൈസിസ്, ഈ യുദ്ധം നിങ്ങളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ റീസൺ ഇതാണ്. ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള റിസർവ് ഫണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ കയ്യിൽ റിസർവ് ഫണ്ട് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു മാസത്തിന് താഴെയുള്ള റിസർവ് ഫണ്ടേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എങ്കിൽ, അതായത് 10 ലക്ഷം രൂപ ചെലവുണ്ട് ഈ മാസം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ICUയിലാണ് നിങ്ങളുടെ ബിസിനസ്. അതല്ല, നിങ്ങൾക്കിപ്പോ ഒരു മാസം തൊട്ട് 3 മാസം വരെയുള്ള റിസർവ് ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇരിക്കാൻ, 3 മാസത്തിന് താഴെ, സ്റ്റിൽ യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ ഡേഞ്ചറിലാണ്. കാരണം റവന്യൂ കൂടുന്നില്ല, പക്ഷെ ചെലവ് അതുപോലെ നിൽക്കുന്നു. അതേസമയം നിങ്ങൾക്കൊരു 3 to 6 months ഉണ്ട് നിങ്ങളുടെ റിസർവ് ഫണ്ട് എങ്കിൽ യു ആർ സ്റ്റേബിൾ, നിങ്ങളൊരു നല്ല കമ്പനിയാണ്. അതല്ല, നിങ്ങൾക്കൊരു 6 months പ്ലസ് റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ യു ആർ പവർഫുൾ. ഈ റിസഷൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പൊളിച്ചെടുക്കും. കാരണം എന്താ, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം എന്നെ, ഈ റിസഷനിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ റിസർവ് ഫണ്ട് ഉള്ളവർ കൂടുതൽ പവർഫുൾ ആകും. ഈ റിസർവ് ഫണ്ട് ഇല്ലാത്തവന്മാരെല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാരണം ഇവർക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും, ഇവർക്ക് സപ്ലയർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരും, ഇവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, ഇവർക്ക് ബാങ്കിന് ലോൺ കൊടുക്കത്തില്ല, ഇവരുടെ സിബിൽ സ്കോർ താഴെ പോവും, ഇവരുടെ സ്റ്റാഫ് ഇട്ടിട്ട് പോവും, ഇവരുടെ ഓഫീസ് അല്ലെങ്കിൽ ഷോറൂം വിട്ടിട്ട് പോകാനായിട്ട് ലാൻഡ് ലോഡ് ആവശ്യപ്പെടും. കാരണം ഇവർക്ക് റിസർവ് ഫണ്ട് ഇല്ല. അതേസമയം ഇവർക്കോ ഈ ക്രൈസിസ് വന്നിട്ടും അവർ സ്റ്റേബിൾ ആണ്, പവർഫുൾ ആണ് എന്ന് സപ്ലയർക്കും ബാങ്കിനും കസ്റ്റമർക്കും സ്റ്റാഫിനും മനസ്സിലാവുമ്പോൾ ഇവന്മാരുടെ കൂടെ നിൽക്കുന്ന നല്ല സ്റ്റാഫും ഇവരുടെ കൂടെയുള്ള നല്ല കസ്റ്റമേഴ്സും ഇവരെ തേടി വരും. ഇവന്മാര് അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മളെ വലിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന സ്റ്റാഫ് പോയി സ്വന്തമായിട്ട് തുടങ്ങിയില്ലയോ, അവനൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോവും. കാരണം എന്താ, ഇവന്റെ ഒന്നും കയ്യിൽ ₹1 റിസർവ് ഫണ്ട് ഇല്ല. അതാത് മാസം എങ്ങനെങ്കിലും ഒപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക, അതെല്ലാം മുങ്ങും. അതാണ് വാറിന്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം. ഇവനെല്ലാം തിരിച്ചു വരും, നിങ്ങളുടെ അടുത്ത് വരും. സാറേ തിരിച്ചു കയറിക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചു. ആ പണി തന്നവനൊക്കെ നിങ്ങളുടെ മുന്നിൽ വരാൻ പോവാ അടുത്ത ആഴ്ചകളിൽ. കാരണം എന്താ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ആരാണ് ഇവിടെ വേട്ടക്കാരനായി മാറുന്നത്? ആരൊക്കെയാണോ ഈ പറഞ്ഞ 3+ months അല്ലെങ്കിൽ 6+ monthsലുള്ള റിസർവ് കയ്യിലുള്ളവൻ, അവനായിരിക്കും. അപ്പോഴേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഈ ക്രൈസിസ് വരുന്ന സമയത്തെ മാർക്കറ്റ് ഷെയർ ഇടിയുന്നില്ല. ഈ മാർക്കറ്റ് ഷെയർ ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാശ് എങ്ങോട്ടും പോകുന്നില്ല, കാശ് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ കാശിന്റെ ഷെയർ മാറും. ഇത്രയും നാൾ ഈ കാശ് എന്ന് പറയുന്നത് പലരുടെ കയ്യിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്തുണ്ടായി? ആരാണോ സ്റ്റേബിൾ, ആരാണോ പവർഫുൾ, അവന്റെ കയ്യിലേക്ക് ഇത് മൊത്തം വരും. ബാക്കി കുറച്ച് മാത്രമേ ഉള്ളായിരിക്കും പുറത്ത്. ഈ ക്രൈസിസ് വരുമ്പോൾ കാശുകാരൻ കൂടുതൽ കാശുകാരനാവുന്ന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവന്റെ കയ്യിൽ റിസർവ് ഫണ്ട് ഉണ്ടെന്നേ. ഈ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? ഒന്നും ഒരു ടെൻഷനും ഇല്ല. അവിടെ ചിന്ത മുഴുവൻ എന്താ? എവിടുന്ന് എന്താണ് എന്ത് കാര്യം ചെയ്താൽ ഇപ്പൊ കാശുണ്ടാക്കാൻ പറ്റും, എന്താണ് ഇപ്പൊ മാർക്കറ്റിൽ ആവശ്യം? ഈ കാശിരിക്കല്ലേ, ആ സാധനം ഇറക്കാം. കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ? സാലറി മറ്റേവരെന്താ ചെയ്യുന്നത്? ഈ മാസം എന്ത് ചെയ്യും സാലറി കൊടുക്കാൻ? സാലറിയോ റെന്റുകാരൻ വിളിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, കടക്കാർ മൊത്തം വിളിച്ചോണ്ടിരിക്കുക. സീ ദ ഡിഫറൻസ്. അവന്റെ ഉള്ളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അവൻ പാനിക്കാണ്. അവന് തീരുമാനം എടുക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവരോ? മംഗലാപുരം എയർപോർട്ടിൽ നമ്മൾ കണ്ടിരുന്നു, ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് സ്ലിപ്പായി താഴെ വീണ് പൊട്ടിത്തെറിച്ച് ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ മരിച്ചത് നമ്മൾ കണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? മംഗലാപുരം എയർപോർട്ടിന്റെ പ്രത്യേകത, ഇതിന്റെ പേര് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന്. ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നായിരുന്നു. ഈ കുന്നിന്റെ മുകൾ വശം കട്ട് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് എയർപോർട്ട് റൺവേ പണിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ റൺവേയിൽ ഒരു ഫ്ലൈറ്റ് വരുന്നു. ഈ ഫ്ലൈറ്റ് വന്നിട്ട് സപ്പോസ് ഇത് ഇറങ്ങേണ്ട പോയിന്റ് ഇതാണ്, ഇത് ഭൂമിയിൽ ടച്ച് ചെയ്യേണ്ട സ്ഥലം ഇതാ. എന്നിട്ട് ഇതിന്റെ സ്പീഡ് കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഈ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ എന്താണ്? ഇതിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന് പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റിയില്ല. അപ്പൊ എന്തുണ്ടായി? ഇത് ഇവിടെ വന്നിട്ട് താഴേക്ക് സ്ലിപ്പായി പോയി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നേ? നമ്മുടെ ബിസിനസ് ശ്രദ്ധിച്ചു, 10 ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ്. ഇത് 3 മാസത്തത് നമ്മളുടെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. എങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് ദാ ഇവിടെ ആയിരിക്കും. അവിടെ ലാൻഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. 3 മാസം ഓടാനുള്ള എന്തുണ്ട് നമ്മുടെ കയ്യിൽ? റൺവേ. റൺവേ എത്രയാ? 3. ഈ റൺവേ ഇല്ലാത്തവരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഈ റിസർവ് ഇല്ലാത്തവരുടെ പ്രശ്നം എന്താ? നിങ്ങളുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് തന്നെ ഇവിടെ ആയിരിക്കും. അതായത് നിങ്ങളുടെ ബിസിനസ് കൂപ്പ് കുത്തുന്ന ഇത് ഇവിടെ ആയിരിക്കും. ദാ കിടക്കുന്നു, ഫസ്റ്റ് മാസം തന്നെ വീഴും. ഈ വരുന്ന ലാഭത്തിന്റെ ഒരു പെർസെൻറ്റേജ് എല്ലാ മാസവും റിസർവ് ഫണ്ടായിട്ട് മാറ്റിവെക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ ബിസിനസ്സാണ്. ബിസിനസ് എപ്പോഴും ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഇങ്ങനെ കയറ്റമിറക്കമായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഇറക്കത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അന്ന് പോയി ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ റിസർവ് ഫണ്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ടേ ഇരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? എന്നെ ശ്രദ്ധിച്ചൊന്ന് കേട്ട്, ഈ റിസർവ് ഫണ്ടിനെ നിങ്ങൾ ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. എല്ലാ മാസവും ഒരു എക്സ്പെൻസ് ആയിട്ട്. നമ്മളിപ്പോ സാലറി കൊടുക്കുന്നില്ലേ, റെന്റ് കൊടുക്കുന്നില്ലേ, നമ്മൾ ശമ്പളം എടുക്കുന്നില്ലേ, നമ്മൾ എണ്ണ അടിക്കുന്നില്ലേ, നമ്മൾ ഇന്റർനെറ്റിന് കാശ് കൊടുക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് ഇതിനെ കാണണം. എന്നിട്ട് എല്ലാ മാസവും അക്കൗണ്ടന്റിനോട് പറയണം, സാലറി ദിവസം ഈ അക്കൗണ്ടിലേക്കും പൈസ മാറ്റിയേക്കാൻ പറയണം. ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത, ഇതിന് ഓൺലൈൻ ട്രാൻസ്ഫർ ഉണ്ടാവരുത്, ഇതിന് ഡെബിറ്റ് കാർഡ് ഉണ്ടാവരുത്, ഇതിന് നമുക്ക് കാശ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റരുത്. കാരണം എന്താ? നമ്മൾ അറിയാതെ പർച്ചേസിന് മുമ്പ് ഈ കാശ് വലിക്കും. ഇതെടുക്കാൻ പറ്റരുത്. ഈ FDയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഓൺലൈനിൽ പൊട്ടിക്കാൻ പറ്റത്തില്ല, അവിടെ നേരിട്ട് ചെല്ലണം. ദുബൈയിൽ താമസിക്കുന്ന ഞാനും മായയും നേരിട്ട് ബാങ്കിൽ ചെന്നെങ്കിലേ ഈ റിസർവ് ഫണ്ടേ തൊടാൻ പറ്റൂ. അതിന്റെ പേരാണ് പേപ്പർ അക്കൗണ്ട്. ആ പേപ്പർ അക്കൗണ്ട് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാ? തൊടരുത്. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ പൈസ എടുത്ത് കളിക്കും. മനസ്സിലാവുന്നോ? അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മാസവും ഒരു ഇൻവിസിബിൾ ഡയറക്ടർ ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട്, ഒരു ഇൻവിസിബിൾ എക്സ്പെൻസ് ആയി കണ്ടുകൊണ്ട് ഇതിന് വേണ്ട പൈസ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കണം. ഏത് സമയത്ത്? നല്ല കാലത്ത്.
സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. കേട്ടിട്ടുണ്ടോ? എന്താ അത്? കാശുള്ള വരുന്ന സമയത്ത് 10 തൈ വെച്ചാൽ, ഒരു റിസർവ് ഫണ്ട് മാറ്റി വെച്ചാൽ, ആപത്ത് കാലത്ത് മറ്റവന്മാരെല്ലാം വലിച്ചു മേളോട്ട് നോക്കി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പൊളിക്കാമെന്ന്. ഈ റിസർവ് ഫണ്ട് ഉള്ളവൻ എന്നും വിളക്ക് കത്തിച്ചിട്ടും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ദൈവമേ, എവിടുന്നെങ്കിലും ഒരു മിസൈൽ വീഴണേ, എവിടുന്നെങ്കിലും ഒരു കൊറോണ വരണേ, എവിടുന്നെങ്കിലും ഒരു പണി വരണേ. കാരണം എന്താ? ആവശ്യമില്ലാത്തവനെല്ലാം പോകും, എല്ലാം ഇങ്ങോട്ടിഞ്ഞു വരും. അപ്പൊ ഈ റിസർവ് ഫണ്ട് ഉള്ളത് ഭയങ്കര പവറാണ്. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എന്താ? എന്നിട്ട് അവിടുത്തെ ഗുണം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ അടുത്ത 6 മാസത്തേക്കുള്ള എല്ലാ പേഴ്സണലായിക്കോട്ടെ, ഒഫീഷ്യലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, എല്ലാ ചെലവിനുള്ള 6 മാസത്തെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് റിസർവ് ഫണ്ടായിട്ട്, തൊടാതെ വെച്ചിരിക്കുക. എങ്കിൽ നിങ്ങൾ പോയി കസ്റ്റമറുടെ അടുത്ത് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? തനിക്ക് വേണേ എടുത്താൽ മതി, വേണേ എടുത്താൽ മതി എന്നേ. ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്ഫ്രണ്ട് കാശ് തരികയാണെങ്കിൽ സാധനം തരും, ഇല്ലെങ്കിൽ ഇല്ല. എന്താ ഇങ്ങനെ നിന്ന് പറയുന്നേ? ഇങ്ങനെ നിന്ന് ഇയാളുടെ കാശ് കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ഇല്ലെങ്കിലോ ഇവന്റെ കാശ് കിട്ടിയിട്ട് വേണം നാളെ ക്യാഷിലെ എക്സ്പെൻസ്, ക്യാഷ് ഔട്ട്, സാലറി കൊടുക്കേണ്ടത്, റെന്റ് കൊടുക്കേണ്ടത്, ടെലിഫോൺ ബില്ല് അടയ്ക്കേണ്ടത്, EMI അടയ്ക്കേണ്ടത്. ഇവന്റെ കാശ് കിട്ടിയാലേ പറ്റത്തുള്ളെങ്കിൽ എന്ന്. സാറേ ഉള്ളത് മതി സാറേ, സാറ് പറയുന്ന ടേംസ് ഓംബ്ര, സാറ് പറയുന്ന അത്രയും ഡിസ്കൗണ്ട്, സാറ് പറയുന്ന സമയത്ത് പൈസ തന്നാ മതി. ആരങ്ങനെ പോയി നട്ടല് വളച്ച് നിൽക്കുന്നേ? ഇതില്ലാത്തവൻ. ഇതുള്ളവനോ? നല്ല കസ്റ്റമർ മാത്രം മതിയെന്നേ, എനിക്ക് പ്രീമിയം കസ്റ്റമർ മതിയെന്നേ, എന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ സാധനം എടുക്കാൻ പറ്റുന്നോ മാത്രം മേടിച്ചാൽ മതിയെന്നേ എന്ന് പറയും. കാരണം എന്താ? അവന്റെ കയ്യിൽ റിസർവ് പൈസ ഇരിപ്പുണ്ട്. സോ ഇന്നു മുതൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾക്ക് ഈ റിസർവ് ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. ഇന്നു മുതൽ തുടങ്ങിക്കോണം, ഈ നിമിഷം തുടങ്ങിക്കോണം, ഈ ആഴ്ച തുടങ്ങിക്കോണം. ഇതൊരു ഹാബിറ്റാണ്. എല്ലാ ആഴ്ചയിലും നമ്മളുടെ റവന്യൂന്റെ ഒരു 5%, 10% റവന്യൂന്റെ, ലാഭത്തിന്റെ അല്ല, എന്തിന് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വരുമ്പോ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്, എവിടുന്ന് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണ്ടി വരും? നേരെ പോയി എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യും. എഫ് ക്യാഷിന്റെ പ്രശ്നം എന്താ? അടുത്ത മാസത്തെ ക്യാഷ് ഔട്ടാണ്. എഫ് ക്യാഷ് അടുത്ത മാസത്തെ ക്യാഷ് ഔട്ടാണെന്ന്. അപ്പൊ എന്തായി? ക്യാഷ് നെഗറ്റീവ് ആകും. ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ്. ഇനി ഐ ക്യാഷിന്റെ അകത്ത് വരുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 20,000 രൂപ ഓണർ എടുത്തു, ഇതൊരു 30,000 രൂപ റിസർവിലേക്ക് വെച്ചു, ഇനിയുണ്ട് 50,000. അതാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടോ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കുറച്ച് സ്റ്റോക്ക് കിട്ടി, പ്രൊഡക്റ്റ് കിട്ടി, അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റോക്കിലേക്ക് മാറ്റുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രോത്ത് ഫണ്ടായിട്ട് മാറ്റാം. ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടി ബാക്കി 50% 20% ഓണർക്ക്, 30% റിസർവ്. 1,00,000 രൂപ ലാഭം കിട്ടിയപ്പോ 20,000 രൂപ ഓണർക്ക് കൊടുത്തു. അതെന്താണ്? എഫ് ക്യാഷ് ഔട്ട്. 30,000 രൂപ റിസർവ് ഫണ്ടായിട്ട് മാറ്റി. അതെന്താണ്? ഐ ക്യാഷ്. 50,000 രൂപ ബിസിനസിന്റെ വളർച്ചയ്ക്ക്, അത് സ്റ്റാഫിനെ കൂടുതൽ എടുക്കാനാകാം, ഒരു സിസ്റ്റം മേടിക്കാനാകാം, ഒരു മെഷീനറി മേടിക്കാനാകാം, അതൊരു വണ്ടി എടുക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു റവന്യൂ കൊണ്ടുവരുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാകാം, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം, നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാകാം. അതാണ് ഐ ക്യാഷ്. ക്യാഷ് എന്താണ്? ബിസിനസിന്റെ ബേസിക് ഓപ്പറേഷനിൽ നിന്ന് വരുന്നതും പോകുന്നതും. അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്പർ 1 പരിപാടി. അതാണ് മേക്കിംഗ് മണിയിൽ വരുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഐ ക്യാഷിൽ പഠിക്കുന്നത്. ഐ ക്യാഷിൽ എന്താണ്? 30% റിസർവ് ഫണ്ടായിട്ട് മാറ്റിക്കോണം, 50% ഗ്രോത്തിന് എടുത്തോണം, 20% മസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ അസറ്റ് മേടിച്ചോണം. ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താ? എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. എഫ് ക്യാഷ് വന്നാലുള്ള കുഴപ്പം എന്താ? എഫ് ക്യാഷ് എടുത്ത് നമ്മൾ ഓപ്പറേഷൻസിലേക്ക് ഇടും. ഓപ്പറേഷൻസിൽ നമ്മൾ ഇത് അറിയാതെ നമ്മുടെ കടം കൂട്ടിക്കൊണ്ടേയിരിക്കും.